ഹായ്, നമസ്കാരം. നിറയെ ഫ്രണ്ട്സ് സർക്കിളുള്ള ആളെങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. ചില ആളുകളുണ്ട്, അവർക്ക് ബന്ധങ്ങൾ കീപ്പ് ചെയ്തു പോകാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ചില കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം ചിലരെ കൂട്ടുകൂടുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. അവരെ കൊണ്ട് ആ ഒരു കാര്യം മാത്രം നടത്തിയതിന് ശേഷം പിന്നീട് ആ ഒരു ബന്ധം നിലനിർത്താതെ കൊണ്ടുപോകുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ആളെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്നുണ്ടെങ്കിലോ മാത്രം നമ്മൾ അവരെ ഫോളോ ചെയ്യാവുന്നോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാവോ എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിത്യം കണ്ട് മറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരോടും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വിലയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ കൂട്ടായ്മയിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ആരെങ്കിലും ജസ്റ്റ് ഒരു ഹെൽപ്പായിട്ട് നമ്മളെ വിളിച്ച് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് മാക്സിമം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. അല്ല, അവരെ കൊണ്ട് നമുക്ക് ഉപകാരമില്ല, നമുക്ക് ദോഷമാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒഴിവാക്കി വിടുക. കാരണം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലിയ സർക്കിളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹെൽപ്പ്. നമുക്ക് ആവശ്യത്തിൽ കൂട്ടുവരുന്ന ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്നൊന്നും വരില്ല. അത് കാരണം നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. ഇന്നൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞതിന് ശേഷം അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാറ്റിലാണെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ആളുടെ ഫേസ്, ആളുടെ ഫോൺ നമ്പർ, ആളെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്തിപ്പെട്ടാൻ പറ്റും. നമുക്ക് ഒരു മിനി കമ്പ്യൂട്ടറാണ് നമ്മുടെ തലമണ്ട. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ വരാത്ത കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ വിചാരണ, നമ്മുടെ ചിന്ത, നമ്മളൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മളെ തലമണ്ടയിലുണ്ടെങ്കിൽ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടും. ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, ഗുഡ് ഈവനിങ്.